ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇച്ചിരി തിരക്കുകളായിപ്പോയി. അപ്പോഴും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയതിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഓടനാവട്ടത്ത് തുടങ്ങിയ കാര്യം വരെ പറഞ്ഞ് നമ്മൾ നിർത്തിയിരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഒരു വർഷവും കൂടെ കഴിഞ്ഞ കരിപ്ര തുടങ്ങി, ഒരു വർഷവും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഓടനാവട്ടത്ത് തുടങ്ങി. അത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിന് അവിടെ ഓൾറെഡി ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് എന്തോ ഒരു സാഹചര്യത്തിൽ അത് കൊടുക്കണമെന്നുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെ നമ്മളുമായിട്ട് ആലോചിച്ചു, നമുക്ക് വേണോന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളത് വാങ്ങിയത്. അത് വാങ്ങുന്ന സമയത്ത് നമുക്ക് രണ്ടാമത് പുതിയ മിഷനറീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വാങ്ങിയില്ല. അവിടെ തന്നെ ഉള്ള മിഷനറീസ് വെച്ച് തന്നെ നമ്മൾ വീണ്ടും അത് റൺ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് കാരണം നമുക്ക് പുതിയതായിട്ട് ലോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് പൈസ മറിച്ച് ആ സ്ഥാപനം എടുത്തെങ്കിലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. തുടക്കത്തിൽ നമുക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ബിന്ദു എന്ന് പറഞ്ഞ്. പുള്ളിക്കാരി ഒരു 2 വർഷം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അസുഖം വന്ന് പുള്ളിക്കാരി മരണപ്പെട്ടു പോയി. അതിനുശേഷം പിന്നെ ബിജി എന്ന് പറയുന്ന ഒരു ആളാണ് ഇപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയും അവിടെയും നമുക്ക് സ്റ്റാഫ് എന്ന് പറയുമ്പം അതൊരു പ്രത്യേകത തന്നെയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകളും. അപ്പം ബിജിയും അതുപോലെ തന്നെ വളരെ നല്ല ഒരു രീതിയിലാണ് നമ്മുടെ കട നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ കരിപ്രയിലെ കട നിൽക്കുന്ന ആളുടെ പേര് ശശികല എന്നാണ്. ശശികല എങ്ങനെ കരിപ്ര കട നോക്കുന്നോ അതുപോലെ തന്നെയാണ് ബിജിയും ഓടനാവട്ടത്തെ കട നോക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ വീട്ടിൽ കൂടെ നിൽക്കുന്ന, ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെന്ററിൽ നിൽക്കുന്ന 4 സ്റ്റാഫുകളുണ്ട്. 2 പേരുടെ പേര് ബിന്ദുമാരെന്നാണ്. 2 പേരും ബിന്ദു ആണ്. ഒരാൾ രജനി, ഒരാൾ രമ്യ. അവരെല്ലാം ജോലിക്ക് വന്ന സമയത്ത് നമ്മൾ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: നിങ്ങളുടെ സ്വന്തം സ്ഥാപനം നിങ്ങൾ എങ്ങനെ നോക്കുന്നോ അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്ഥാപനം നിങ്ങൾ നോക്കേണ്ടുന്നത്. ഞങ്ങളിൽ ഒരാളായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ കണക്കാക്കുന്നത്. തിരിച്ച് നിങ്ങളും അതുപോലെ ആയിരിക്കണം. പക്ഷെ അവര് അന്ന് തൊട്ട് ഇന്ന് വരെയും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നതും നമ്മളുടെ സ്ഥാപനത്തെ കാണുന്നതും എന്ത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും. അപ്പം ഓടനാവട്ടത്ത് നമ്മുടെ ജയമാത ഹോസ്പിറ്റലിനോട്ട് പോകുന്നിടത്ത് ഒരു 3ാമത്തെ മുറിക്കട ഗായത്രി ഓയിൽ മിൽ ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള സ്ഥാപനം നടത്തി വരുന്ന. അതിനുശേഷം നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്ന്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.